മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് S&P 500 ഇന്നലെയും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു സെഷനിൽ 5324 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസും ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചു. നാസ്ഡാക്കിലും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് മിഞ്ഞാന്ന് ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചെങ്കിലും ഇന്നലെ വീണ്ടും ഒരു നേരിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 40,000 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും വീണ്ടും 300 മുതൽ 500 പോയിന്റിന്റെ നേട്ടം ഡൗ ജോൺസിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് വീണ്ടും ഇന്നലെ ക്ലോസ് ചെയ്തിന് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിലായിരുന്നു. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്തതായിട്ട് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 18,800. അത് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തത് 18,950 പോയിന്റ്സ്. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചറിൽ ഡെറിവേറ്റീവ്സിൽ 0.7% ഒരു ഇടിവിൽ ബാരലിന് $82.3 മുന്നോട്ട് പോകുന്നത്. ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബ്രന്റിന്റെ കേസിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ടു ബെയറിഷ് പാറ്റേൺ ആയിരുന്നു നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻ നോക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്ന $80 റെസിസ്റ്റൻസ് ക്രൂഡിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഇന്നലെ അല്പം വീക്കായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ബ്രന്റ് WTI ക്രൂഡിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $72. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ വലിയൊരു സെല്ലിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡിലേക്ക് നോക്കുന്ന സമയത്തും 0.13% ഒരു 0.17% നേരിയൊരു ഇടിവിൽ ട്രൈ ഔൺസിന് 2418 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കും. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ വ്യൂ എന്താണ്? സ്വർണത്തിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ഇൻഫാക്ട് മിഞ്ഞാന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന വി സോ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. ആൻഡ് ഇന്നലെ ഒരു നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നെങ്കിൽ അത് ഒരു വിധത്തിലും അണ്ടർലൈങ് ബുള്ളിഷ്നെസ്സിനെ ബാധിച്ചിട്ടില്ല. സ്വർണത്തിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പൊ കാണാൻ സാധിക്കുന്ന $2,360. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,529 എന്ന റേഞ്ചിലായിരുന്നു അവസാന നിമിഷങ്ങളിൽ ക്ലോസ് ചെയ്തത്. 27 പോയിന്റിന്റെ ഒരു മുന്നേറ്റം അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,591 എന്ന റേഞ്ചിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 22,700, അതിനെ തുടർന്ന് 22,800 പോയിന്റ്. അറ്റ് ദ മൊമെന്റ് നമ്മൾ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,048 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഇൻട്രാഡേ ലോ 47,927 എന്നൊരു ഇൻട്രാഡേ ലോയിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രൈവറ്റ് ബാങ്ക് HDFC, ICICI ബാങ്ക് എന്നീ ഓഹരികളിലൊക്കെ തന്നെ ഒരു കനത്ത ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ഇസ് വെരി മച്ച് ബുള്ളിഷ്. വീക്ക്നെസ് ഒന്നും തന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 48,300 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ബുള്ളിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 47,500 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇപ്പൊ പ്രിയ എടുത്തു ചോദിച്ച 2 സ്റ്റോക്സ്, വൺ ഇസ് HDFC ബാങ്ക്, മറ്റേത് ICICI ബാങ്ക്.
HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 1420 രൂപയിൽ. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു നല്ലൊരു മുന്നേറ്റം കാണണമെങ്കിൽ 1500 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് ICICI ബാങ്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1145 രൂപയിൽ. കഴിഞ്ഞ വിപണിയിൽ FMCG സെക്ടറിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം FMCG കമ്പനികളും ഒരു നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മരീക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് കൺസ്യൂമർ മുതലായിട്ടുള്ള ഓഹരികളെല്ലാം തന്നെ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച 1% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. FMCG സെക്ടറിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? FMCG സെക്ടറിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ബൈയിങ് അവസരമുണ്ടോ? നിരവധി സ്റ്റോക്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. FMCG നമ്മൾ സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനിടെ അണ്ടർ പെർഫോം ചെയ്തൊരു സെഗ്മെന്റ് ആയിരുന്നു FMCG. ഇന്നും അണ്ടർടോൺ ഇസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്, ബട്ട് നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒത്തിരി ബുള്ളിഷ് ഫോർമേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നല്ലൊരു ഫോർമേഷൻ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് 2290 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് 2340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2420 രൂപയിലായിരിക്കും. അതേസമയം നമ്മളിപ്പോ ടാറ്റ കൺസ്യൂമർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടാറ്റ കൺസ്യൂമറിലും നല്ലൊരു ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1050 രൂപ. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ 1115 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് അവസരം ലഭിക്കും. ആൻഡ് നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്റ്റോക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് അഡാനി വിൽമ. അഡാനിയിലുള്ള എല്ലാ സ്റ്റോക്സിലും ഇന്നലെ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇത് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷമായിരുന്നു. ആൻഡ് അഡാനി വിൽമറിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 353 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 360, അതിനെ തുടർന്ന് 370, അതിനെ തുടർന്ന് 395. കഴിഞ്ഞ സെഷനിൽ റിസൾട്ട് റിലീസ് ചെയ്ത പ്രധാന കമ്പനികളിലൊന്ന് BHELന്റെ ഓഹരി കമ്പനിയായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 25% ഒരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ എക്സ്പെൻസസുകളൊക്കെ ഉയർന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 484 കോടി രൂപയാണ് കമ്പനി അറ്റാദായ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുന്ന സമയത്തും 8260 കോടി രൂപയായിട്ട് ഇത്തവണ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 8227 കോടി രൂപയായിരുന്നു ഇയർ ഓൺ ഇയർ ബേസിസ് കഴിഞ്ഞ ഇതേ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാർജിനൽ വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എബിറ്റ പരിശോധിക്കുന്ന സമയത്ത് 892 കോടി രൂപയായിട്ട് ഇത്തവണ കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 1160.6 കോടി രൂപയായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ റിസൾട്ടിന്റെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞൊരു സെഷനിൽ 3% നേട്ടത്തിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ BHEL നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 7 സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇന്നലെ ക്ലോസിംഗ് നോക്കുമ്പോഴേക്കും 320 രൂപയ്ക്ക് അടുത്തായിരുന്നു ക്ലോസിംഗ്, വിച്ച് ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. സോ നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ഇന്ന് സ്റ്റഡി ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആയത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 307 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. കാര്യം ഫൈനാൻഷ്യൽ പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. സോ ഇന്ന് നമുക്കൊരു അല്പം സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. JK ടയേഴ്സും തങ്ങളുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. JK ടയേഴ്സിനെ സംബന്ധിച്ച് മികച്ച റിസൾട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അറ്റാദായം പരിശോധിക്കുന്ന സമയത്ത് 57% ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡിമാൻഡിൽ കാര്യമായിട്ടുള്ള ഒരു സ്ഥിരത നിലനിർത്താൻ അല്ലെങ്കിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് നെറ്റ് പ്രോഫിറ്റിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. 169 കോടി രൂപയാണ് കമ്പനി അറ്റാദായ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുന്ന സമയത്ത് ഒരു മാർജിനൽ ഗ്രോത്ത് മാത്രമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5% മുകളിലൊരു വർധനവ് മാത്രമാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3698 കോടി രൂപയായിട്ടാണ് ഇത്തവണ വരുമാന ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. JK ടയേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്?
സോ ജെ കെ ടയർസ് നമ്മൾ നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഫെബ്രുവരി മാസത്തിലായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കുക 533 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നല്ലൊരു കറക്ഷനാണ് നേരിട്ടത്. സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ബേസ് 358 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 440, അതിനെ തുടർന്ന് 470 രൂപയിലും ആയിരിക്കും. റാംകോ സിസ്റ്റംസും തങ്ങളുടെ 4ാം പാദ ഫലങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 4% ഒരു നേട്ടത്തിൽ 376 രൂപയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. പക്ഷെ കമ്പനിയെ സംബന്ധിച്ച് 4ാം പാദത്തിൽ അവർക്ക് അവരുടെ അറ്റ നഷ്ടം കാര്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 45 കോടി രൂപയിൽ നിന്നും 23 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ അറ്റ നഷ്ടം കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വരുമാനത്തിലും 4% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 131 കോടി രൂപയായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് വരുമാന ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റാംകോ സിസ്റ്റത്തിനെ കുറിച്ചുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? റാംകോയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിനിടെ നല്ലൊരു റിക്കവറി സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 260 രൂപ. ആൻഡ് കഴിഞ്ഞ മാസത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ആ 260 നിന്നും 386 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. സിൻസ് ദെൻ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന് 382 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നമ്മൾ ടെക്നോളജി സ്പേസിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റാംകോ സിസ്റ്റംസിനെ അപേക്ഷിച്ച് നമുക്ക് ആക്ച്വലി ടെക്നോളജി മേജർ സ്റ്റോക്സിൽ തന്നെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ TCS, HCL ടെക്നോളജി, അതുപോലെ തന്നെ ഇൻഫോസിസ്, ലാർസൻ ആൻഡ് ടൂബ്രോ ടെക്നോളജി സർവീസസ്, LTIM മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ ഐ തിങ്ക് വി ആർ ഗോയിങ് ടു സീ എ ഷോർട്ട് ടേം റിക്കവറി. സോ എൻ്റെ ഒരു ഫോക്കസ് മുഴുവൻ ലാർജ് IT സ്പേസിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സിൽ തന്നെ ആയിരിക്കും എൻ്റെ ഇമ്മീഡിയറ്റ് ശ്രദ്ധ മുഴുവൻ കൊടുക്കുന്നത്. അതോടൊപ്പം ഇന്ന് റിസൾട്ട് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലൊന്ന് ന്യൂ ഏജ് കമ്പനി ആയിട്ടുള്ള നൈക്ക തന്നെയാണ്. നൈക്കയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ റിസൾട്ടുകൾ റിലീസ് ചെയ്യുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ 177 രൂപ റേഞ്ചിലായിരുന്നു നൈക്കയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നൈക്കയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നൈക്കയുടെ റിസൾട്ട് വരുന്നതിനെ തുടർന്ന് നമ്മൾ ഇന്നൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി അധികമായിരിക്കും. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 182 രൂപ. 182 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 188 അതിനെ തുടർന്ന് 195 രൂപയിലും ആയിരിക്കും. പേടിഎമ്മിന്റെ റിസൾട്ടുകളും ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. പേടിഎമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 354 രൂപയോളം ഒരു മുന്നേറ്റത്തിലായിരുന്നു. 354 രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 വീക്ക് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 4%-അടുത്ത് 3.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേടിഎമ്മിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പേടിഎമ്മിന്റെ ട്രെൻഡുകളൊക്കെ തന്നെ ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല ബേസ് 300 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ബട്ട് ആ ലോങ് പൊസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് ശേഷം സ്റ്റോക്ക് 385 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടണം. 385 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 420 അതിനെ തുടർന്ന് 440 രൂപയിലും ആയിരിക്കും. പ്രേക്ഷകരുടെ ക്വറീസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ സാർ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒത്തിരി സ്റ്റോക്സ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് നാച്ചുറലി ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദ അഡാനി സ്റ്റോക്സ്. അതിൽ എടുത്തു പറയാനുള്ള ഇറ്റ് ഈസ് അഡാനി എനർജി, അഡാനി എന്റർപ്രൈസസ്, അഡാനി ഗ്രീൻ, അഡാനി പോർട്ട്, അഡാനി പവർ ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ അഡാനി വിൽമ.
പിന്നീട് പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസ് ആയ മദ്രാസ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, FACT, പാരാദീപ് ഫോസ്ഫേറ്റ്സ് മുതലായ സ്റ്റോക്സിലും നാച്ചുറലി ഒത്തിരി ബൈയിങ് അവസരങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടെക്നോളജി മേജർ സ്റ്റോക്സിൽ ഒരു കോൺട്രേറിയൻ വ്യൂ എടുക്കാനും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ പ്രണവ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് ജ്യോതി ലാബ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു ഇടിവിൽ 430 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ജ്യോതി ലാബ്സ് ഇസ് എ സ്മോൾ മിഡ് ക്യാപ് കമ്പനി. നമ്മൾ FMCG സ്പേസിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജ്യോതി ലാബിനെ അപേക്ഷിച്ച് അറ്റ് ദിസ് മൊമെന്റ് എൻ്റെ പ്രിഫേർഡ് ചോയ്സസ് ഒന്നുമില്ല ടാറ്റ കൺസ്യൂമർ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതും അല്ലെങ്കിൽ അഡാനി വിൽമർ ആയിരിക്കും. ജ്യോതി ലാബിൽ അറ്റ് ദ മൊമെന്റ് ട്രേഡിംഗ് പാറ്റേൺ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. 483 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സേഫ് ആയിട്ടൊരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. മാത്യു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബയോകോണിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ബയോകോൺ 1.25% നേട്ടത്തിൽ 308 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ബയോകോണിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 290 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. സെബി ജോസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ DMലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 358 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ആസ്റ്റർ DMന്റെ കേസിൽ ആക്ച്വലി നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് 2 ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിലൊരു കൺസോൾട്ടേഷൻ കറക്ഷൻ നടന്നു വരുന്നു. 362 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 400-ഉം അതിനെ തുടർന്ന് 420 രൂപയിലും ആയിരിക്കും. സച്ചിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1093 ക്ലോസ് ചെയ്തത്. ടാറ്റ കൺസ്യൂമറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇന്ന് സംസാരിച്ചിരുന്നു. ടാറ്റ കൺസ്യൂമർ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1120 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1180-ഉം അതിനെ തുടർന്ന് 1240 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഡൈനാമിക്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിലും സാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു സെഷനിൽ 5% ഒരു മുന്നേറ്റത്തിൽ 2558 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഭാരത് ഡൈനാമിക്സിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5 സെഷൻസിൽ ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ഭാരത് ഡൈനാമിക്സ്. ഭാരത് ഡൈനാമിക്സ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം എടുക്കാൻ ശ്രമിക്കരുത്. 2500, 2700 ഈ റേഞ്ചിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ബട്ട് ഈ സ്റ്റോക്ക് ഇന്നലത്തെ ഹൈ വിച്ച് ഇസ് ഓൾസോ ദ ഓൾ ടൈം ഹൈ, അതായത് 200-700 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ മൈൻടെക് ലിമിറ്റഡ്, ഇന്ത്യ ലിമിറ്റഡ് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് വിശ്വസിക്കുന്നു. അതിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 7% ഇടിവിൽ 294 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പെല്ല് ചെയ്യാം MINDTECK. മൈൻടെക് എന്ന് പറയുന്ന കമ്പനി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബുള്ളിഷ്. ഇൻഫാക്ട് മാർച്ച് മാസത്തിൽ അറൌണ്ട് 165 രൂപയ്ക്ക് എടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിച്ചത്. ബട്ട് അതിനുശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു കറക്ഷൻ ഒന്നും തന്നെ നടന്നിരുന്നില്ല. ആൻഡ് കഴിഞ്ഞ 1 വീക്ക് ആയിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ 258 രൂപയിൽ. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക്. സന്തോഷ് എന്ന പ്രേക്ഷകൻ മൈസൂർ പെട്രോയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് വിറ്റഴിക്കേണ്ട സമയമായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. 176 രൂപയിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്.
സോ മൈസൂർ പെട്രോ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. കാര്യമായിട്ട് ഇതിൽ ലിക്വിഡിറ്റി കാണുന്നില്ല. പാറ്റേൺ വന്നിട്ട് ഇറ്റ് ഈസ് സൈഡ് വേസ്. സോ ഈ ഒരു സ്റ്റോക്ക് വിറ്റ് മാറുന്നതിൽ ഐ ഡോണ്ട് സി എ പ്രോബ്ലം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാപിറ്റൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ നിരവധി ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അമൃത എന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് റിലയൻസിലുള്ള വ്യൂ ആണ്. റിലയൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2867 ക്ലോസ് ചെയ്തത്. റിലയൻസ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ നിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ ഒരു പാറ്റേണോ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിലും കാണാൻ സാധിക്കുന്നത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇറ്റ് ഇസ് കൺസോൾഡേറ്റിംഗ് ഒരു സൈഡ് വേസ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2920 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അമീർ എന്ന പ്രേക്ഷകൻ ചോദിച്ചത് LICയിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 5% നേട്ടത്തിൽ 1024 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. LICയുടെ കേസിൽ കഴിഞ്ഞ 1.5-2 മാസമായിട്ട് നീണ്ടു നിന്ന ഒരു കറക്ഷൻ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. കമ്പനിയുടെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 1050, 1075, 1110. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് MRPL മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 0.65% ഇടിവിൽ 212 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മൈസൂർ പെട്രോയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓൾമോസ്റ്റ് ഒരു സിമിലർ പാറ്റേൺ മാംഗ്ലൂർ റിഫൈനറിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 230 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 260 അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ 198 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NHPC ലിമിറ്റഡിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 5% നേട്ടത്തിൽ 103 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കഴിഞ്ഞ 2 ദിവസത്തെ ട്രേഡിംഗ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ SJVN ആൻഡ് NHPC ഈ 2 സ്റ്റോക്കിനെ ഞാൻ ഒരു ട്വിൻ സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 മാസം നീണ്ടു നിന്ന ഒരു കറക്ഷന്റെ അവസാനത്തെ ഫേസിലോട്ട് ഈ 2 സ്റ്റോക്കും എത്തിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് വീണ്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. മേജർ റെസിസ്റ്റൻസസ് ആദ്യത്തെ 110 രൂപ, അതിനെ തുടർന്ന് 115 രൂപ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വരുൺ ബീവറേജസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1509 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ വരുൺ ബീവറേജസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിന് ശേഷം ഇതൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പാറ്റേണിലോട്ട് എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1580 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കനറ ബാങ്കിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.4% നേട്ടത്തിൽ 116 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കാനറ ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഈ കമ്പനിയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് നടന്നിരുന്നു. ആൻഡ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കിന്റെ അടുത്ത മേജർ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 130 രൂപയിലാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് PCBL ലിമിറ്റഡിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% ഇടിഞ്ഞ 262 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ PCBL is a small cap stock and ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ടു ബെയറിഷ് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് അല്ല 275 രൂപ. 275 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 290.
290 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ എല്ലാ ട്രെൻഡുകളും ബുള്ളിഷായി മാറും. ആദർശ് എന്ന പ്രേക്ഷകൻ GSFCയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷൻ 0.88% ഇടിവിൽ നേട്ടത്തിൽ 241 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ GSFC കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ബേസ് 220 രൂപയിൽ 215 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 255. 255ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും 30 മുതൽ 40 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം. സാറിന് ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പാരാസ് ഡിഫൻസിലുള്ള വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ 781 രൂപ 40 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. പാരാസ് ഡിഫൻസിന്റെ എല്ലാ ട്രെൻഡുകളും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 7 സെഷൻസിലെ സ്റ്റോക്ക് നല്ല നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 820, 840 ഈ ഒരു റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് മാക്സിമം പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല സ്റ്റോക്കുകളെ കുറിച്ചും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതുമാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് മാർക്കറ്റ് പ്ലസിൽ നാളെ കാണാം. അതുവരേക്കും നന്ദി.